ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദിയി ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും രണ്ട് ലോകത്തും ദുനിയാവിലും ആഖിറത്തിലും വിജയികളായി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളെല്ലാവരും പ്രത്യേകം പള്ളിയിൽ വരണമെന്നും ഈ സദസ്സിൽ പങ്കെടുക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ താമസ സ്ഥലത്തുനിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ വുളുവൊക്കെ ചെയ്ത് പള്ളിയിൽ വന്ന് നമസ്കരിച്ച് ഇഷാ എന്ന് പറയുന്ന ജമാഅത്തിൽ പങ്കെടുത്ത് നമ്മളിങ്ങനെ ഈ സദസ്സിലിരിക്കുകയാണ്. ഇതൊക്കെ അല്ലാഹു തആല ഏറെ ഇഷ്ടപ്പെടുന്ന സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഓരോ മനുഷ്യരെയും വിചാരണ ചെയ്യുന്ന ഘട്ടത്തിൽ ഹിസാബിൻ്റെ വേളയിൽ നമ്മുടെ ഈ കർമ്മങ്ങളൊക്കെ നമ്മുടെ നന്മയുടെ തുലാസിൽ ഘനം തൂങ്ങുന്ന അമലുകളായി അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ നമ്മൾ ഇഷാ നമസ്കരിച്ചു, ജമാഅത്തായിട്ട് ഇഷാ നമസ്കരിച്ചു. ഒരു ഹദീസിൽ കാണാം, ഇഷാ പള്ളിയിലിങ്ങനെ ജമാഅത്തായിട്ട് നമസ്കരിച്ചു കഴിഞ്ഞാൽ രാത്രിയുടെ പകുതി വരെ എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ച അത്രയും കൂലിയായിരിക്കും എന്നുള്ളതാണ്. ഒരു രാത്രിയുടെ പകുതി എടുക്കുക, അത്ര ദീർഘമായ സമയം ഒരാൾ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നമസ്കരിക്കണം, അത്രയും പ്രതിഫലം ഉണ്ട് എന്നുള്ളതാണ് ഇഷായിൻ്റെ ജമാഅത്തിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടി അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളും മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൊഴികളും വചനങ്ങളും ഹദീസുകളും ഒക്കെ നമ്മൾ ഇവിടെ പറയുകയാണ്. തീർച്ചയായും അല്ലാഹു തആല ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് എന്ന് നമ്മൾ അറിയുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആഖിറത്തിലേക്കൊരു മുതൽ കൂട്ടാവട്ടെ. അതിനുവേണ്ടി നമ്മൾ ഓരോ ആളുകളും പ്രത്യേകം ദുആ ചെയ്യണം എന്നാണ് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ ഭയപ്പെടണം. നമ്മൾ അള്ളാഹുവിനെ മാത്രമേ അഭൗതികമായിട്ട് ഭയപ്പെടാവൂ എന്നാണ് വിശുദ്ധ ഖുർആൻ്റെ താല്പര്യം, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ താല്പര്യം. അതോടൊപ്പം തന്നെ ഓരോ മനുഷ്യരും ഓരോ സത്യവിശ്വാസികളും അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കണം. പാപങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചു പോയിട്ടുള്ള ഒരാൾ, അയാൾ ഇതോടുകൂടെ നശിച്ചു, ഇനി എനിക്ക് രക്ഷയില്ല എന്ന് വിശ്വസിക്കാൻ പാടില്ല. എൻ്റെ റബ്ബ് റഹ്മാനാണ്, എൻ്റെ റബ്ബ് റഹീമാണ്, എൻ്റെ റബ്ബ് റഊഫാണ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനാണ്, കൃപ ചെയ്യുന്നവനാണ് എന്നുള്ള വിശ്വാസം നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഉറപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. പ്രിയമുള്ളവരെ,
ഇസ്ലാമിൽ അർ-റജാ എന്ന് പറയും, പ്രതീക്ഷ എന്ന് പറയും. പ്രതീക്ഷ അതിൻ്റെ വിപരീതം എന്താ? നിരാശ. ഇനി വിജയം ഉണ്ടാവില്ല, ഇനി പരാജയം മാത്രമാണ്, എനിക്കൊരു പരിഹാരം ഉണ്ടാവില്ല. ആ ഒരു ശൈലി, ആ ഒരു മാനസികമായിട്ടുള്ള അവസ്ഥ നമുക്കുണ്ടാകാൻ വേണ്ടി പാടുള്ളതല്ല. മറിച്ച് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്താ? പ്രതീക്ഷയാണ്. അള്ളാഹു എനിക്ക് കരുണ ചെയ്യും, അള്ളാഹു എന്നെ അനുഗ്രഹിക്കും എന്നുള്ള ഒരു ചിന്തയാണ്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തു സുമറിൽ അള്ളാഹു തആല പറയാൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ വേണ്ടി പറയുക. എന്താ പറയുന്നത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുൽ മുഹമ്മദ് നബിയെ പറയുക, നബി തങ്ങളെ നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്താ പറയേണ്ടത്? യാ ഇബാദി, എൻ്റെ അടിമകളെ. എല്ലാ മനുഷ്യരെയും വിളിച്ച് പറയുകയാണ്, എൻ്റെ അടിമകളെ. എങ്ങനെയുള്ള അടിമകൾ? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സുകളോട് അതിരുവിട്ട് അക്രമം ചെയ്തു പോയിട്ടുള്ള, പാപങ്ങൾ ചെയ്തു പോയിട്ടുള്ള എൻ്റെ ദാസന്മാരെ. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുള്ള ആളുകൾ. അത് ശിർക്കാകാം, ദുരാചാരങ്ങളാകാം, മറ്റുള്ള എന്തെല്ലാം തിന്മകളുണ്ടോ അങ്ങനെയുള്ള തിന്മകളൊക്കെ ചെയ്ത ആളുകളോട് പറയാൻ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശയടയരുത്, നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, തീർച്ചയായും അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കും. ചില പാപങ്ങൾ പൊറുക്കുന്നല്ല. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, ജമീഅ എന്ന് പറഞ്ഞാൽ മുഴുവനും. കുല്ലുൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ അർത്ഥമാണ് ജമീഅ എന്ന് പറഞ്ഞാൽ. എല്ലാ പാപങ്ങളും റബ്ബ് പുറത്തു തരും. റബ്ബ് പറഞ്ഞാൽ അങ്ങനെയാണ്, റഹ്മാനാണ്, ഗഫൂർ, തവ്വാബ്. ഇന്നഹു കാന തവ്വാബ എന്ന് പറഞ്ഞാൽ തൗബ അങ്ങേയറ്റം സ്വീകരിക്കുന്നവൻ. അത്രമാത്രം അള്ളാഹു വിശാലമായിട്ടുള്ള ഒരു അവസ്ഥയാണ് റബ്ബിനുള്ളത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പറയാണ്, ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും തീർച്ചയായും അള്ളാഹു പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായും അവൻ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനും അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനുമാകുന്നു. പ്രിയമുള്ളവരെ, ഇതിനർത്ഥം നിങ്ങളെല്ലാവരും തെറ്റ് ചെയ്തോളൂ എന്നല്ല. ഓരോ തെറ്റും അത് വലിയ ശിക്ഷ കിട്ടാൻ കാരണമായേക്കും. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച ആ സ്വഹാബിമാരിൽ ചില ആളുകൾ നബി വഫാത്തായി പോയതിനു ശേഷം, നബിയെ കണ്ണുകൊണ്ട് കാണാതെ അങ്ങനെ നബിയുടെ വഫാത്തിന് ശേഷം ജനിച്ചു വളർന്ന ആളുകൾ ചില തെറ്റുകളൊക്കെ ചെയ്ത് കണ്ടപ്പോൾ മുതിർന്ന ആളുകൾ നബിനെ കണ്ട് നബിയുടെ ഒപ്പം ജീവിച്ച ആ സ്വഹാബിമാരിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന ഈ ചില കാര്യങ്ങളുണ്ടല്ലോ, അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ രോമത്തെ പോലെയാണ് എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമാണ്. പക്ഷേ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മിനൽ മൂബിക്കാത്ത് മിനൽ മൂബിക്കാത്ത്, വൻ പാപങ്ങളിൽപ്പെട്ടതായിട്ടാണ് ഞങ്ങൾ എണ്ണിയിരുന്നതെന്നാ. അപ്പോൾ തെറ്റുകളെ നിസ്സാരവൽക്കരിക്കല. പക്ഷേ നമ്മൾ മനുഷ്യരാണ്, തെറ്റ് സംഭവിക്കാം. നമ്മൾ ഒരു പച്ചയായ മനുഷ്യനാണ്. നമ്മൾക്ക് എന്തുണ്ടാവും? ചിലപ്പോൾ കോപം ഉണ്ടാകാം, ചിലപ്പോൾ തെറ്റിലേക്ക് നമ്മുടെ മനസ്സ് ചായാം. ഇതൊക്കെ ശരിയാണ്, പച്ചയായ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാകാം. പക്ഷേ എന്ത് ചെയ്യണം? ആ തെറ്റിൽ തന്നെ മുഴുകി ജീവിക്കുകയാണോ? ഒരു മദ്യപിക്കുന്ന മനുഷ്യൻ, മലക്കുൽ മൗത്ത് അവൻ്റെ അടുത്ത് വന്ന് അവൻ്റെ റൂഹ് വലിച്ചെടുക്കുന്നത് വരെ മദ്യപിച്ച് അങ്ങനെ ജീവിക്കുകയാണോ വേണ്ടത്? അല്ല. അങ്ങനെ വല്ല തെറ്റും സംഭവിക്കാൻ പാടില്ല. തെറ്റ് സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അഥവാ തെറ്റ് സംഭവിച്ചാൽ എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ റബ്ബിൻ്റെ റഹ്മത്ത് അതിനെ സംബന്ധിച്ച് നിരാശയടയാൻ വേണ്ടി പാടില്ല. നമ്മൾ റബ്ബിൻ്റെ മുമ്പിലേക്ക് തൗബയുമായി പശ്ചാത്താപവുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, എന്നാൽ ഇങ്ങനെ റബ്ബിനോട് പാപമോചനം തേടാതെ റബ്ബിനെക്കുറിച്ച് ഓർമ്മയില്ലാതെ തെറ്റുകളിൽ വിഹരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എത്രയോ ആളുകൾ, അങ്ങനെയുള്ള നന്ദികെട്ട ആളുകളെ അള്ളാഹു ശിക്ഷിക്കും, യാതൊരു സംശയവുമില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തു സബയിൽ പറയുന്നുണ്ട്, വഹൽ നുജാസി ഇല്ലൽ കഫൂർ. അങ്ങേയറ്റം കടുത്ത നന്ദികെട്ട ആളുകൾക്ക് അവർക്കല്ലാതെ ഇതുപോലെ ശിക്ഷ നൽകുമോ? ഹൽ നുജാസി ഇല്ലൽ കഫൂർ. നന്ദികെട്ടവർക്കല്ലാതെ ഇങ്ങനെ ശിക്ഷാ നടപടി സ്വീകരിക്കുമോ എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. മഹാനായ സൂറത്ത് ത്വാഹയിൽ കാണാം, ഇന്നാ ഖദ് ഊഹിയ ഇലൈന അന്നൽ അദാബ അലാ മൻ കദ്ദബ വതവല്ല. കളവാക്കുകയും പിന്തിരിയുകയും ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് അദാബ്, ശിക്ഷ എന്നാണ് വഹി നൽകപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ആർക്കാണ് ശിക്ഷ? കളവാക്കുക, അള്ളാഹിൻ്റെ ദീനിനെ കുറിച്ച് കളവാക്കുക, എന്നിട്ട് പിന്തിരിയുക. ഈ ദീനിൽ പറഞ്ഞത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല, നേരെ ചൊവ്വെ ജീവിക്കാൻ തയ്യാറല്ല. എന്തു വന്നാലും ആര് പറഞ്ഞാലും ആർക്ക് ഭാരമായാലും തെറ്റ് അക്രമങ്ങൾ ആ രൂപത്തിൽ ജീവിക്കുക. അങ്ങനെയുള്ള മനുഷ്യന്മാർ അവർക്ക് ശിക്ഷയുണ്ടാകുമെന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുന്നത് നമ്മൾ ഒരു തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട് മനുഷ്യർക്ക്. ആ തെറ്റ് സംഭവിച്ചാൽ നമ്മൾ അള്ളാഹുവിലേക്ക് തിരിയണം എന്നുള്ളതാണ്. ഈ റജാ, അള്ളാഹുവിലുള്ള പ്രതീക്ഷ നമ്മൾക്ക് എപ്പോഴും അങ്ങനെ ആയിരിക്കണം. ഇപ്പം നിങ്ങൾ നോക്കൂ, നമുക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നാൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ ലോകത്ത് വരുന്നുണ്ട്, എന്തെല്ലാം പരീക്ഷണങ്ങൾ ഓരോ ആളുകളുടെയും ജീവിതത്തിൽ വരുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, 2 ദിവസം മുമ്പ് ചെറിയ 2 മക്കള് ദമാമിൽ സ്വിമ്മിംഗ് പൂളിൽ വീണ് മരിച്ച സംഭവം. അപ്പോൾ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ലോകത്തുണ്ട്. ചില പ്രദേശങ്ങളിൽ വെള്ളം ഇല്ലാതെ ബുദ്ധിമുട്ടുന്നു ആളുകൾ, കുടിവെള്ളം, കുടിനീര്, ദാഹജലം അതില്ലാതെ വിഷമിക്കുന്നു. അപ്പം വിവിധ രൂപത്തിൽ പരീക്ഷണങ്ങൾക്ക് വിധേയരായേക്കാം. അപ്പോൾ എന്താ പറയുന്നത് പ്രിയമുള്ളവരെ, അത്തരം പരീക്ഷണങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് തെറ്റിദ്ധരിക്കാൻ വേണ്ടി പാടില്ല. അള്ളാഹു ഒരു ക്രൂരനാണോ, അള്ളാഹു വെറും ശിക്ഷിക്കുന്ന ഒരു ശക്തിയാണോ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹു ശിക്ഷിക്കും, സംശയം വേണ്ട. അതേ അവസരത്തിൽ അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു കരുണ ചെയ്യും. നിങ്ങൾ നോക്കൂ, ഒരു ആയത്തിൽ കാണാം, വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ. എൻ്റെ കാരുണ്യം, എൻ്റെ റഹ്മത്ത് എല്ലാ കാര്യങ്ങളിലും എല്ലാ സംഗതികളിലും വിശാലമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കോപത്തെക്കാൾ അള്ളാഹിൻ്റെ റഹ്മത്താണ് ഉണ്ടാകുക എന്നർത്ഥം. ഒരു ഹദീസിൽ നിങ്ങൾ നോക്കൂ, അൻ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല വ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വ അന്ന ഈസാ അബ്ദുല്ലാഹി വറസൂലുഹു വ കലിമത്തുഹു അൽകാഹ ഇലാ മർയം വറൂഹും മിൻഹു വ അന്നൽ ജന്നത ഹഖ്കുൻ വ അന്നൻ നാറ ഹഖ്കുൻ അദ്ഖലഹുല്ലാഹുൽ ജന്ന അലാ മാ കാന മിനൽ അമൽ മുത്തഫഖുൻ അലൈഹി. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എത്രയാണ് നിങ്ങൾ നോക്കൂ. നബി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരുമില്ല എന്ന് സാക്ഷ്യം വഹിച്ചാൽ, റബ്ബിനോടാണ് എൻ്റെ എല്ലാ ഇബാദത്തുകളും, എൻ്റെ എല്ലാ പ്രാർത്ഥനകളും, എൻ്റെ എല്ലാ ആരാധനയുടെ എല്ലാ അംശങ്ങളും ആ റബ്ബിന് മാത്രം, വേറെ ആർക്കില്ല എന്ന് സാക്ഷ്യം വഹിച്ചാൽ, വഹ്ദഹു അവനേകനാണ്, ലാ ശരീക ലഹു അവന് പങ്കുകാരില്ല, അള്ളാഹുവിന് ഇണയില്ല, തുണയില്ല, മക്കളില്ല, ആരുടെയും സന്തതിയുമല്ല അള്ളാഹു. വ അന്ന മുഹമ്മദൻ, തീർച്ചയായും മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുഹു അള്ളാഹുവിൻ്റെ അടിമയാണ്, വറസൂലുഹു അള്ളാഹിൻ്റെ റസൂലാണ് എന്ന് സാക്ഷ്യം വഹിച്ചാൽ, വ അന്ന ഈസ മഹാനായ ഈസ ഇബ്നു മറിയമിൻ്റെ പുത്രനായിട്ടുള്ള ഈസ അബ്ദുല്ലാ അദ്ദേഹം ആരാ? അള്ളാഹിൻ്റെ അടിമയാണ്, വറസൂലുഹു അള്ളാഹിൻ്റെ റസൂലാണ്,
വകലിമതുഹു അൽഖാ ഇലാ മറിയം, അള്ളാഹിൻ്റെ വചനമാണ്, അള്ളാഹിൻ്റെ കലിമത്താണ്. അൽഖാ ഇലാ മറിയം, മറിയമിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്തിട്ടുള്ള അള്ളാഹുവിൻ്റെ വചനമാണ് എന്നും സാക്ഷ്യം വഹിച്ചാൽ, വറൂഹും മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള ചൈതന്യമാണ്, റൂഹാണ് എന്നും വിശ്വസിച്ചാൽ, വ അന്നൽ ജന്നത ഹഖ്കുൻ, സ്വർഗം. ഇപ്പോൾ ഈസാ നബിയെക്കുറിച്ച് പറഞ്ഞു, ഈസാ നബിയെക്കുറിച്ച് ദൈവമാണെന്നും ദൈവത്തിൻ്റെ പുത്രനാണെന്നും ഒക്കെ പറയുന്നുണ്ടല്ലോ. അതൊന്നും അങ്ങനെയുള്ള വിശ്വാസമൊന്നും ഒരിക്കലും പാടില്ല. അത് ശരിയായിരിക്കാം എന്നുള്ള ധാരണ പാടില്ല. ഈസാരാണ്? അബ്ദുള്ള, അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹിൻ്റെ റസൂലാണ്, അള്ളാഹുവിൻ്റെ കലിമത്താണ്, അള്ളാഹിൻ്റെ റൂഹാണ്, റൂഹും മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള റൂഹാണ്. ഇങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. പിന്നെ പറയുന്നു വ അന്നൽ ജന്നത ഹഖ്കുൻ, സ്വർഗം, ജന്നത്ത് എന്നുള്ളത് എന്താ? ഹക്കാണ്. അത് വെറുതെ ഇങ്ങനെ ആളുകളെ പേടിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും പറയുന്ന ഒന്നല്ല സ്വർഗവും നരകവും. അതെന്താണ്? വ അന്നൽ ജന്നത ഹഖ്കുൻ, സ്വർഗം എന്നുള്ളത് സത്യമാണ്. പകലിൽ നമ്മൾ സൂര്യൻ്റെ പ്രകാശത്തിൽ ഈ ലോകം മുഴുക്ക കാണുന്നു. അതെത്രമാത്രം സത്യമാണോ അതുപോലെ സത്യമായിരിക്കും സ്വർഗം. വ അന്നന്നാറ ഹഖ്കുൻ, അതുപോലെ നരകവും അതും സത്യമാണ്. അദ്ഖലഹുല്ലാഹുൽ ജന്ന അലാ മാ കാന മിനൽ അമൽ. ഇത്രയും കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചാൽ, ഇതൊക്കെ സത്യമാണ് എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചാൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവന് അമലും ചെയ്താൽ, അദ്ഖലഹുല്ലാഹുൽ ജന്ന, അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രിയമുള്ളവരെ, എന്നിട്ട് പറയാണ്, നമ്മളുണ്ടല്ലോ ഈ വിശ്വാസം, ഇപ്പം നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെയുള്ള വിശ്വാസം, നമ്മൾ ഈ ഈമാൻ കാര്യം പറയാറുണ്ട്, അതിൻ്റെ ഒരു ഭാഗം തന്നെയാണിത്. ഈ വിശ്വാസം ഉണ്ടായി എന്നിട്ട് നമ്മൾ ചെയ്യാണ്. ഒരു നന്മ നമ്മൾ ചെയ്താൽ അള്ളാഹു അതിന് ഒരുപാട് പ്രതിഫലം തരും. ഒരു തിന്മ ചെയ്താലോ അതിന് തുല്യമായ ശിക്ഷയെ തരുള്ളൂ. ഒരു നന്മ ചെയ്താൽ നമ്മുടെ ഈ മനസ്സിൻ്റെ ഉദ്ദേശം എന്താണോ, നമ്മൾ ആ നന്മ ചെയ്യുമ്പോൾ, ഒരാൾക്ക് 10 രൂപ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരാളോട് സലാം പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അയൽവാസിയെ സന്ദർശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ, അല്ലെങ്കിൽ മരിച്ചുപോയ വാപ്പാൻ്റെ ഖബർ സന്ദർശിക്കുമ്പോൾ, എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു നന്മയാണ് ചെയ്യുന്നതെങ്കിലും നമ്മുടെ മനസ്സിൽ ആ സമയത്തുള്ള ആ നിയ്യത്ത് എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ വമ്പിച്ച പ്രതിഫലം തരുന്ന നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അതേ അവസരത്തിൽ നമ്മളൊരു തിന്മ ചെയ്താലോ അതിന് തുല്യമായ ശിക്ഷയെ റബ്ബ് തരുള്ളൂ. അപ്പം റബ്ബ് അള്ളാഹുവിൻ്റെ കൃപയും അള്ളാഹുവിൻ്റെ കാരുണ്യവും നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അത്യുദാരണ, യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് പറയാറില്ലേ, അങ്ങേറ്റം ഔദാര്യവാനാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ ഫളലിൽ നിന്ന് എന്ന് നമ്മൾ ദുആ ചെയ്യുമ്പോൾ പറയാറുണ്ട്. ദുൽ ഫളലിൽ അലീം, വിശുദ്ധ ഖുർആനിൽ കാണാം അള്ളാഹിനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ ഹദീസിൽ പറയാണ്, അൻ അബീ ദർ റളിയല്ലാഹു അൻഹു ഖാല ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലുല്ലാഹു അസ്സ വജൽ, അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് നബി പറയുന്നത്. എന്താ പറയുന്നത്? മൻ ജാഅ ബിൽ ഹസനതി, ആരെങ്കിലും ഒരു ഹസനത്ത് ചെയ്താൽ, ഒരു നന്മ ചെയ്താൽ, ഫലഹു അശ്റു അംസാലിഹാ, അവന് അതേപോലെയുള്ള 10 നന്മകൾ അള്ളാഹു പ്രദാനം ചെയ്യുന്ന. നമ്മൾ ഒരു നന്മ ചെയ്താൽ അള്ളാഹു 10 നന്മ ചെയ്യും എന്ന്. ഔ അസിയദ്, അല്ലെങ്കിൽ അതിനേക്കാൾ വർദ്ധിപ്പിക്കും. 10 നന്മകൾ എന്നല്ല പറയുന്നത്, ഔ അസിയദ്, അതിനേക്കാൾ സിയാദ എന്താ അർത്ഥം? ധാരാളം, വർധനമെന്നല്ലേ. അതിനേക്കാൾ അധികം തരുന്ന. വമൻ ജാഅ ബിസ്സയ്യിഅ, എന്നൊരു തിന്മ ചെയ്താലോ ഫജസാഉ സയ്യിഅത്തിൻ മിസ്ലുഹാ, ഒരു തിന്മ ചെയ്താൽ അതിന് തുല്യമായ ശിക്ഷയെ റബ്ബ് തരുള്ളൂ. ഔ അഗ്ഫിർ, അല്ല പറയാണ്, അല്ലെങ്കിൽ ഞാൻ അവന് പുറത്തു കൊടുക്കും. ചിലപ്പോൾ എന്തു ചെയ്യും? തുല്യമായ ശിക്ഷയും കൊടുക്കൂല, അവന് പുറത്തു കൊടുക്കും. എന്നിട്ട് പറയാൻ, വമൻ തഖറബ മിന്നി ശിബ്റാ, എന്നിലേക്ക് ആരെങ്കിലും ഒരു ചാണ് അടുത്താൽ, തഖറബ്തു മിൻഹു ദിറാഅ, ആരെങ്കിലും അള്ളാഹുവിലേക്ക് ഒരു ചാണടുത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ഒരു മുഴം അടുക്കും. ഒരു ചാണടുത്താൽ ഇത്രയും അള്ളാഹു നമ്മളിലേക്ക് അടുക്കുന്ന
നമ്മൾ എന്ത് ചെയ്യണം? അപ്പം നമ്മുടെ ഈമാനും നമ്മുടെ അമലുകളൊക്കെ നന്നാക്കി അള്ളാഹുവിലേക്ക് നമ്മൾ തിരിയുക. എന്നാലോ അള്ളാഹു അതിനെ എത്രയോ ഇരട്ടി ഇങ്ങോട്ട് നമ്മോട് കരുണ ചെയ്യും എന്നാ പറയുന്നത്. വമൻ തഖറബ മിന്നി ദിറാഅൻ, കണ്ടോ, ആരെങ്കിലും ഒരു മുഴമെടുത്താലോ തഖറബ്തു മിൻഹു ബാഅ, ഒരു എന്താണ്, ഒരു കൈ മുഴുവനും, ബാ എന്ന് പറഞ്ഞാൽ മുഴത്തിൻ്റെ ഇരട്ടി, അത്രയും അള്ളാഹു തആല നമ്മിലേക്ക് അടുക്കും എന്നുള്ളതാ. വമൻ അതാനി യംഷി അതൈതുഹു ഹർവല, ആരെങ്കിലും എന്നിലേക്ക് നടന്നുകൊണ്ടടുക്കുകയാണെങ്കിൽ, അള്ളാഹുവിലേക്ക് നടന്നടുക്കാരെന്ന് അർത്ഥം നടന്ന അള്ളാഹിൻ്റെ അടുത്തേക്ക് എത്തുന്നല്ല പറയുന്നത്. നമ്മൾ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്താൽ നമ്മളെ ഈമാനൊക്കെ ശരിയാക്കുക. എപ്പോഴും അള്ളയാണ് എൻ്റെ രക്ഷകൻ, അള്ളാഹിനോടാണ് എൻ്റെ സങ്കടങ്ങൾ പറയാനുള്ളത്. ഏത് പ്രയാസത്തിലും അള്ള എന്നെ രക്ഷിക്കും. ഒരു തിന്മ ചെയ്യാനുള്ള അവസരം വന്നാൽ മനസ്സിലാക്കണം, ആ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കുക. ഒരാൾ പറയാണ്, ഇതാ മറ്റവൻ്റെ 50,000 രൂപ ഉണ്ട്, എടുത്തോന്ന് പറയാൻ. അപ്പം റബ്ബ് എന്നെ ശിക്ഷിക്കും എന്നുള്ള ഭയം കാരണം, അതിൻ്റെ പേരിൽ നരകത്തിൽ പോകേണ്ടി വരും എന്നുള്ള ഭയം കാരണം അത് മാറി നിൽക്കുക. ഇങ്ങനെ നമ്മൾ നേരെ ചൊവ്വ ജീവിച്ചാൽ, അതാ പറയുന്നത്, വമൻ അതാനി യംഷി, എന്നിലേക്ക് നടന്നുകൊണ്ട് വന്നാൽ അതൈതുഹു ഹർവല, അല്ലാഹു തആല നിന്നിലേക്ക് ഓടി വരും. നമ്മൾ നടന്നാൽ അള്ളാഹു ഓടി വരും. ഇതെന്താ അറിയോ? ഒരു പ്രത്യേകമായിട്ടുള്ള പരാമർശമാണ്, ആലങ്കാരിക പ്രയോഗമാണ്. ഇത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. അതായത് കൂടുതൽ നന്നായി ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ എന്താ, അതിൻ്റെ എത്രയോ ഇരട്ടി അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുന്ന അർത്ഥം. വമൻ ലഖീനി ബി ഖുറാബിൽ അർളി ഖതിആ, ഭൂമിയോളം തെറ്റുകൾ ചെയ്തിട്ടാണ് ഒരാൾ എന്നെ കണ്ടുമുട്ടുന്നതെങ്കിൽ, ലാ യുശ്രികു ബി ഷൈആ, എന്നിലൊട്ടും പങ്കു ചേർക്കാതെ കണ്ടുമുട്ടുന്നതെങ്കിൽ, ലഖീതുഹു ബിമിസ്ലിഹാ മഗ്ഫിറ, ഞാൻ അവനെ സ്വീകരിക്കുക, അവനെ കണ്ടുമുട്ടുക, അത്രത്തോളം അവന് മഗ്ഫിറത്തോടു കൂടിയായിരിക്കുന്ന, പാപങ്ങൾ പുറത്തു കൊടുത്തായിരിക്കും അവനെ കണ്ടുമുട്ടുക എന്നാ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് വിഷമുണ്ടെങ്കിലും റബ്ബിനോട് പറയുക, നമ്മൾ 5 നേരം നമസ്കരിക്കുക, നമ്മുടെ ഈമാൻ എപ്പോഴും സലാമത്താക്കുക. അങ്ങനെ ജീവിച്ചാൽ നമുക്കെന്ത് കിട്ടും? നമുക്ക് തെറ്റുകൾ സംഭവിച്ചാൽ എത്രത്തോളം ഭൂമിയോളം തെറ്റ് ചെയ്താലും അള്ളാഹു പുറത്തു തരും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് ഒരു കാര്യം പറയണ്ടായി. അതായത് നബി ഇങ്ങനെ നടന്നു പോവുകയാണ്, നബിയുടെ കൂടെ ആളുകളുണ്ട്. അപ്പോൾ ഒരു ചെറിയ പിഞ്ചു കുട്ടിക്ക് ഒരു സ്ത്രീ ഇങ്ങനെ മുല കൊടുക്കാൻ, ചെറിയ കുട്ടിക്ക് മുല കൊടുക്കാൻ. അപ്പോൾ ആ സ്ത്രീ ഉണ്ടല്ലോ, പിന്നെ ഇങ്ങനെ മാറോടണച്ചിങ്ങനെ ആ കുട്ടിക്ക് ശ്രദ്ധാപൂർവ്വം മുല കൊടുക്കാൻ, വളരെ ശ്രദ്ധ ഉണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നോക്കൂ, ആ സ്ത്രീ ആ കുട്ടി എങ്ങനെ പിന്നെ നെഞ്ചോട് ചേർത്ത് നല്ല ശ്രദ്ധയോടുകൂടെ മുല കൊടുക്കുന്നുണ്ട്. എത്ര സ്നേഹമാണ് ആ ഉമ്മാക്ക് ആ കുട്ടിയോടുള്ളത്. അങ്ങേയറ്റത്തെ ഒരു കാരുണ്യം, ഒരു റഹ്മത്ത് ആ സ്ത്രീക്ക് ആ കുട്ടിയോടുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് അതിനേക്കാൾ സ്നേഹം നമ്മോടുണ്ട് എന്നാ. എന്നിട്ട് പറയാണ്, അതറൗന ഹാദിഹിൽ മർഅതു ത്വാരിഹതൻ വലദഹാ ഫിന്നാർ, ഈ സ്ത്രീ ആ കുട്ടിയെ നരകത്തിലേക്ക് എറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? തീയിലേക്ക് എറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പൊ സ്വഹാബത്ത് പറയാണ്, എന്താ പറയുന്നത് സഹോദരങ്ങളെ? കുൽനാ ലാ വല്ലാഹി യാ റസൂലല്ലാഹ്, പടച്ചോനാണ് സത്യം, ആ സ്ത്രീ ഒരിക്കലും ആ കുട്ടിയെ നരകത്തിലേക്ക് തീയിലേക്ക് എറിയുകയില്ല. ഫഖാൽ, അപ്പൊ റസൂലുള്ളാഹി പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ, ഈ സ്ത്രീ കുട്ടിയോട് കാണിക്കുന്നതിനേക്കാൾ ഏറ്റവും കരുണ ചെയ്യുന്നവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ റബ്ബ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എത്ര സാധുക്കളായാലും എത്ര പാപികളായാലും നമുക്ക് പുറത്തു തരും, നമ്മെ അനുഗ്രഹിക്കും. പക്ഷെ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സ് നന്നാകണം. നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സെന്ന് ഉയരേണ്ട മന്ത്രം എന്താ? അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി. ഇതാണ് നമ്മുടെ ആ ഒരു മന്ത്രം, ആ ഒരു പ്രാർത്ഥന. റബ്ബേ എനിക്ക് പുറത്തു തരണേ,
എൻ്റെ പാപങ്ങൾ മാപ്പാക്കണേ എന്നുള്ള പ്രാർത്ഥന. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞല്ലേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകൾ. ഇനി ഒന്നും അറിയില്ലെങ്കിൽ പച്ച മലയാളത്തിൽ നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയാം, റബ്ബേ എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ, എൻ്റെ തെറ്റുകൾ ഇങ്ങനെ എനിക്ക് വന്നു പോയിട്ടുണ്ട്, അത് പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ നോക്കൂ, എത്ര ആളുകളാണ് എന്തെല്ലാം ഹറാമായ രൂപത്തിൽ ജീവിക്കുന്നത്. മറ്റുള്ള ആളുകളുടെ സമ്പത്ത് ഭക്ഷിക്കുക, അത് ചെലവഴിക്കുക, മറ്റുള്ള ആളുകളുടെ ഞാൻ പോട്ടെ അള്ളാഹിനോട് എത്ര തെറ്റായ രൂപത്തിൽ ആളുകൾ ജീവിക്കുന്നു. ജുമുഅ മാത്രം നമസ്കരിക്കുന്ന ആളുകളല്ലേ. ചില സ്ഥലങ്ങളിലൊക്കെ വ്യാഴാഴ്ചകളിലൊക്കെ പ്രവാസികൾക്ക് വ്യാഴാഴ്ചയൊക്കെ ഒഴിവാണ്, വെള്ളിയാഴ്ച ഒഴിവാണ്. അപ്പോൾ വ്യാഴാഴ്ച ഉറങ്ങാതെ നേരം പുലർച്ചയോളം സിനിമയും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. ഒരു ദിവസം അല്ലാഹു തആല നമ്മെ പിടിക്കും, ഒരു സംശയവും വേണ്ട. ആ പിടിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്ത് പറയും? കുറച്ചും കൂടെ നീട്ടിക്കൊണ്ടാ, കുറച്ചും കൂടെ ആയുസ് കൊണ്ടായി നമ്മൾ പറയും. പക്ഷേ തരില്ല. നമ്മൾ എന്ത് വേണം? എപ്പോഴും മരിക്കാൻ തയ്യാറായി, എപ്പോൾ മരിച്ചാലും എനിക്ക് സ്വർഗം കിട്ടും എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ആകണം. അതിനാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും നന്മയിൽ മുന്നോട്ട് പോകണം. അതാണ് ഇവിടെ ഈ ഹദീസിൽ പറയാണ്, ആ സ്ത്രീ കുഞ്ഞിനോട് കാണിക്കുന്നതിനേക്കാൾ ഏറ്റവും കാരുണ്യം അല്ലാഹു തആല മനുഷ്യരോട് കാണിക്കും എന്നുള്ളതാ. എന്നിട്ടൊരു ഹദീസിൽ കാണാം, അനബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ഖലഖല്ലാഹുൽ ഖൽഖ കതബ ഫീ കിതാബിൻ. അല്ലാഹു തആല ആകാശഭൂമികളെ പടച്ച ഘട്ടത്തിൽ അല്ലാഹു എന്ത് ചെയ്തു? രേഖപ്പെടുത്തി വെച്ചു. ഫഹുവ ഇൻദഹു ഫൗകൽ അർശ്. ആ രേഖ, ആ കിതാബ് എവിടെയുള്ളത്? അർശിന്റെ മുകളിലാണ്, സിംഹാസനത്തിന്റെ മുകളിലാണ്. എന്താ എഴുതി വെച്ചിട്ടുള്ളത്? ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി. എൻ്റെ കോപത്തെക്കാൾ ജയിക്കുക എൻ്റെ കാരുണ്യമാണ്, എൻ്റെ റഹ്മത്താണ്. അള്ളാഹു റഹ്മാനാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹ്ക്ക് കോപമുണ്ട്, അള്ളാഹ്ക്ക് റഹ്മത്തുണ്ട്. പക്ഷെ ഏതാണ് കൂടുതൽ? അള്ളാഹിൻ്റെ റഹ്മത്താണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കണം എന്നർത്ഥം. ഒരിക്കൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ സംഭവം പറയാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലാ ഖൗലല്ലാഹി അസ്സ വജല്ല ഫീ ഇബ്രാഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു വാക്ക്, ഒരു വചനം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. റബ്ബി ഇന്നഹുന്ന അളലൽന കസീറൻ മിനന്നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി. എൻ്റെ നാഥാ തീർച്ചയായും അവ ഒരുപാട് ജനങ്ങളെ വഴികേടിലാക്കി. ബിംബങ്ങളും വിഗ്രഹങ്ങളും അങ്ങനെ മരണപ്പെട്ട പല വസ്തുക്കളുമൊക്കെ ഒരുപാട് ആളുകളെ വഴികേടിലാക്കിയിട്ടുണ്ട്, ലലാലത്തിലാക്കിയിട്ടുണ്ട്. ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി. ആര് എന്നെ പിൻപറ്റിയോ, ഇബ്രാഹിം നബി ആര് പിൻപറ്റിയോ അവന് വിജയിച്ചു എന്ന് പറയാണ്. ആര്? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അത് സൂറത്ത് ഇബ്രാഹിമിലൊരായത്താണ്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. അതായത് റബ്ബേ, ഈ ആളുകളുണ്ടല്ലോ അവർ നിൻ്റെ അടിമകളാണ്, പക്ഷേ അവരെന്ത് ചെയ്യുന്നു? തെറ്റുകൾ ചെയ്യുന്നു. നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെ ശിക്ഷിച്ചോ, അല്ലെങ്കിൽ അവർക്ക് പുറത്തു കൊടുത്തോ എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുക. പുറത്തു കൊടുക്കണം എന്നുള്ള ഒരു നിലക്ക് പറയാൻ. ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. റബ്ബേ, നീ പ്രതാപശാലിയാണ്, യുക്തിമാനാണ്. ഇത് ആര് പറഞ്ഞതാ? ഇബ്രാഹിം നബി പറഞ്ഞു, ഈസാ നബി പറഞ്ഞു. ഇത് രണ്ടും ഓതിയിട്ട് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫറഫഅ യദൈഹിന, രണ്ട് കൈകളും ഉയർത്തി എന്നുള്ളതാ. എന്നിട്ട് നബി പറയാണ്, അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി. അല്ലാഹുവേ, എൻ്റെ സമുദായം, എൻ്റെ സമുദായം, എൻ്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വബക്കാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. ഫഖാലല്ലാഹു അസ്സ വജൽ. അപ്പോൾ അല്ലാഹു തആല പറയാണ്, യാ ജിബ്രീൽ, ജിബ്രീലേ ഇദ്ഹബ് ഇലാ മുഹമ്മദിൻ, നീ മുഹമ്മദിൻ്റെ അടുത്തേക്ക് പോ, നബിയുടെ അടുത്തേക്ക് പോ. എന്നിട്ടോ വറബ്ബക അഅലമു ഫസൽഹുമാ യുബ്കീഹി,
നീ നിന്റെ റബ്ബിനോട് ചോദിച്ചോ, നീ ചോദിക്കുന്നത് റബ്ബിനറിയാം, നീ എന്ത് ചെയ്യണം, എന്തിനാണ് കരയുന്നത് എന്ന് നീ റബ്ബിനോട് ചോദിച്ചോ. ഫഅതാഹു ജിബ്രീൽ, അങ്ങനെ ജിബ്രീൽ ആ നബിയുടെ അടുത്തേക്ക് വരികയാണ്. ഫഅഖ്ബറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ഖാല വഹുവ അഅലം ഫഖാല അല്ലാഹു തആല യാ ജിബ്രീൽ ഇദ്ഹബ് ഇലാ മുഹമ്മദിൻ ഫഖുൽ ഇന്നാ സനുർളീക ഫീ ഉമ്മതിക വലാ നസുഅക. അപ്പോൾ നബി ഇങ്ങനെ ദുആ ചെയ്തപ്പോൾ എന്താ നബി ദുആ ചെയ്തത്? അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുവേ എൻ്റെ സമുദായം ഇവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോൾ, എന്ന് ദുആ ചെയ്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബിയുടെ അടുത്ത് വന്ന് പറയാ, ആരുടെ വചനം? അള്ളാന്റെ വചനായിട്ട് പറയാ, ഇന്നാ സനുർളീക ഫീ ഉമ്മതിക വലാ നസുഉക. മുഹമ്മദ് നബിയേ, താങ്കളെ സംബന്ധിച്ച് നാം തൃപ്തിപ്പെടും, അള്ളാന്റെ തൃപ്തി മുഹമ്മദ് നബിക്കുണ്ടാകും. ഫീ ഉമ്മതിക വലാ നസുഉക, നിനക്ക് ഒരു മോശമായിട്ടുള്ള അവസ്ഥയും ഉണ്ടാവുകയില്ല എന്ന് പറയാൻ. പ്രിയമുള്ളവരെ, അതെന്താ? അള്ളാഹിൻ്റെ അടുത്തുള്ള പ്രതീക്ഷയാണിതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതോടൊപ്പം ഒരാൾ മരിച്ചു പോയാലേ, നമ്മളൊക്കെ മരിച്ചു പോയാൽ എന്തുണ്ടാകും? ഖബറിൽ മലായിക്കത്തുകൾ വരും. ഖബറിൽ മലായിക്കത്തുകൾ വരും. മലക്ക് ചോദിക്കും, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ് എന്ന് ചോദിക്കും. അതുപോലെ റസൂലിനെ കുറിച്ച്, ഈ റസൂലിനെ നീ അറിയുമോ എന്ന് ചോദിക്കും. ഇതാരാണെന്ന് ചോദിക്കും. മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുത്തരം പറയാൻ കഴിയണം. റബ്ബാരാണെന്ന് ചോദിക്കും, ദീൻ ഏതാണെന്ന് ചോദിക്കും. ആ സന്ദർഭത്തിൽ പ്രിയമുള്ളവരെ, നല്ലവരായ മനുഷ്യർ ദുനിയാവിൽ ഈമാനൊക്കെ ശരിയാക്കി എപ്പോഴും അള്ളാഹിൻ്റെ ഖുർആനോടൊക്കെ ബന്ധമുണ്ടായി അങ്ങനെ ജീവിച്ച് ഒരു മനുഷ്യൻ മുന്നോട്ട് പോകുകയാണെങ്കിൽ അവൻ മരണപ്പെട്ട് ഖബറിൽ വന്ന മലായിക്കത്തുകൾ ചോദ്യം ചെയ്യുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, അവന് ഉത്തരം പറയാൻ കഴിയും. അവന് ആ മലായിക്കത്തുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയും. ഹദീസിൽ കാണാം, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, ഖാല, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, അൽ മുസ്ലിമു ഇദാ സുഇല ഫിൽ ഖബരി, ഖബറിൽ ഒരു മുസൽമാൻ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അവന് പറയാണ് എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഫദാലിക ഖൗലുഹു തആല യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാ. അവന് ഖബറിൽ വെച്ച ആ മലായിക്കത്തിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയും. മൻ റബ്ബുക എന്ന് ചോദിച്ചാൽ റബ്ബി അല്ലാഹ് എന്ന് ഉത്തരം പറയാൻ കഴിയും. ആർക്കേ കഴിയുള്ളൂ? ദുനിയാവിലെ ആരോഗ്യമുള്ള സമയത്ത്, ബോധമുള്ള സമയത്ത് റബ്ബിനെ കുറിച്ച് ഓർമ്മ, നിസ്കരിക്കാനുള്ള ബോധം, ഖുർആൻ ഓതാനുള്ള ചിന്ത, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇങ്ങനെയൊക്കെയുള്ള ദിക്റുകൾ, എന്ത് വിഷമങ്ങൾ വന്നാലും റബ്ബേ റബ്ബേ എന്നുള്ള ചിന്ത, ഇങ്ങനെയുള്ള ആളുകൾക്ക് ആ ഖബറിലെ മലായിക്കത്തുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയും. ആ ഉത്തരം പറയാനുള്ള കഴിവാണ് യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു. അല്ലാഹു സ്ഥൈര്യം നൽകും ഒരു വിഭാഗം ആളുകൾക്ക്. ആരാണ് ആളുകൾ? അല്ലദീന ആമനു ബിൽ ഖൗൽ, ഒരു വചനത്തിൽ വിശ്വസിച്ചിട്ടുള്ള ആളുകൾ. എന്താണ് ആ ഖൗല്? ബിൽ ഖൗലി സാബിത്ത്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും. ഖബറിലും മാത്രമല്ല, ദുനിയാവിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ റബ്ബെന്നെ അനുഗ്രഹിക്കും, റബ്ബെന്നെ രക്ഷപ്പെടുത്തും, റബ്ബ് ഈ പ്രശ്നങ്ങൾ എനിക്ക് പരിഹരിച്ചു തരും, ഇത് സോൾവ് ആക്കും, എൻ്റെ റബ്ബ് എന്നെ കൈവിടൂല എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ റബ്ബ് നമ്മളെ രക്ഷിക്കും. പ്രിയമുള്ളവരെ, അതാണ് ഈ ആയത്തിൻ്റെ താല്പര്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിക്കാൻ, ഒരാളൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റിങ്ങനെ പരസ്യമായിട്ട് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് നമ്മൾ പറയാൻ പാടില്ല. അത് നമ്മളെന്ത് ചെയ്യുക? മറച്ചു വെക്കുക, എന്നിട്ട് അള്ളാഹിനോട് പശ്ചാത്തപിക്കുക. അങ്ങനെ മറച്ചു വെച്ചാൽ യുദ്നൽ മുഅ്മിനു യൗമൽ ഖിയാമ മിർ റബ്ബിഹി
മനുഷ്യന്മാർ സത്യവിശ്വാസികളായ മുഅ്മിനായിട്ടുള്ള ഒരാൾ മഹ്ശറയിൽ അള്ളാഹിൻ്റെ അടുക്കൽ എത്തും. എന്നിട്ട് ഫയുഖർറിറുഹു ബിദുനൂബിഹി, അള്ളാഹ് പറയും നീ ഇന്ന തെറ്റുകൾ ചെയ്തില്ലേ? അപ്പോൾ ആ മനുഷ്യൻ പറയും അതെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ ചോദിക്കുക? അള്ളാഹ് പറയാ ഫയഖൂലു അതഅരിഫു ദംബു ഹാദാ അതഅരിഫു ദംബകദാ, നീ ഇന്ന ദിവസം ഇന്ന തെറ്റ് ചെയ്ത് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കാൻ. അപ്പോൾ ഫയഖൂലു റബ്ബി ആരിഫ്, ആ മനുഷ്യൻ പറയും അതെ റബ്ബേ ഞാൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഓർമ്മ വരും. അതാരുടെ വിശ്വാസിയുടെ കാര്യം പറയുന്നത്, ഈമാനോടുകൂടെ ജീവിച്ച ആളെ കാര്യം പറയുന്നത്. ഖാല ഫഇന്നി ഖദ് സതർതുഹാ അലൈക ഫിദ്ദുനിയ, ഞാനതെന്ത് ചെയ്തു? ദുനിയാവിൽ ഞാനത് മറച്ചു വെച്ചു. വ അന അഗ്ഫിറുഹാ ലകൽ യൗം, കണ്ടോ, നമ്മളത് മറച്ചു വെച്ച് റബ്ബിനോട് പശ്ചാത്തപിച്ചാൽ അല്ലാഹു തആല നമുക്കെന്ത് ചെയ്യും? അത് പുറത്തു തരും എന്നുള്ളതാ. ഫയുഅ്താ സ്വഹീഫത ഹസനാത്തി, അങ്ങനെ നന്മയുടെ രേഖകൾ അവന് നൽകുന്ന. അപ്പോൾ പ്രിയമുള്ളവരെ, എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹിനെ കുറിച്ച് തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്ന്, അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരിക്കുക. ആ ഒരു ഈമാൻ നമുക്ക് എപ്പോഴും വേണം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.